ശബരിമലയിൽ വിജയ് മല്യ സ്വർണം പാകിയ പാളികൾ എവിടെയാണ്? അതിലാണ് ദുരൂഹതയേറുന്നത്. കിട്ടിയത് ഒരു തരി സ്വർണം പോലുമില്ലാത്ത ചെമ്പ് പാളികളെന്ന് സ്മാർട്ട് സൊല്യൂഷൻ സ്ഥിരീകരിക്കുന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ 14 പാളികളിലും സ്വർണമില്ലെന്ന് ദേവസ്വം മഹസറും വ്യക്തമാക്കുന്നു. സ്വർണം പാകിയ പാളികളിൽ വീണ്ടും സ്വർണം പൂശാനാകില്ലെന്ന് മുൻ ദേവസ്വം സെക്രട്ടറി ബൈജുവും റിപ്പോർട്ടറിനോട് പറഞ്ഞു. അപ്പോൾ പിന്നെ വിജയ് മല്യ പാകിയ സ്വർണം എവിടെ പോയി? സ്മാർട്ട് സൊല്യൂഷൻസിന്റെ അഭിഭാഷകൻ KB പ്രദീപിന്റെ പ്രതികരണം കേൾക്കാം. അതിൻ്റെ പാളികൾ അതിലുപയോഗിച്ചിരിക്കുന്ന ചെമ്പ് പാളികൾ ചെമ്പായിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ എത്തിച്ചിട്ട് നമ്മൾ അതിനെ ഗോൾഡ് ഡെപ്പോസിറ്റിംഗ് ഇലക്ട്രോളിറ്റിക് പ്രോസസ്സ് വഴി ഗോൾഡ് ഡെപ്പോസിറ്റിംഗ് ചെയ്തതാണ്. ചെമ്പ് ആർട്ടിക്കിൾസ് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഒരിക്കൽ എന്തെങ്കിലും പ്ലേറ്റ് ചെയ്യുകയോ ക്ലാഡ് ചെയ്യുകയോ ചെയ്ത ഒരു ആർട്ടിക്കിൾ നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് വേണ്ടി നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. 2019 നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന സാധനം കോപ്പറിൽ ഉണ്ടാക്കിയ പ്ലേറ്റുകളാണ്. ശരിയാണ്, 397 ഗ്രാംസ് ആണ് അന്ന് ഡെപ്പോസിറ്റ് ചെയ്തത്. അതിപ്പോൾ നമുക്കൊരു ലോസ് കണ്ടിരിക്കുന്നത് അറൌണ്ട് 19.4 ഗ്രാംസ് ആണ്. അത് വേറെ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് 6 ഇയേഴ്സ് കൊണ്ട് വന്നിരിക്കുന്ന വേർഡ് ഓഫ് ഗോൾഡ് ആണ് ഈ പറഞ്ഞത്. അപ്രോക്സിമേറ്റ്ലി 19.44 മറ്റാണ്. ഇത് റെഗുലർ ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഉള്ള സ്ഥലത്താണെങ്കിൽ പോസിബിളാണ്, വേറെ പോസിബിളാണ്. പിന്നെ എന്തെങ്കിലും കെമിക്കൽസോ ആസിഡിറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വീണാലും അത് വേറെ വരും. TV പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം. TV പ്രസാദ്, സ്വർണം കൊണ്ടുണ്ടാക്കിയത് അല്ലെങ്കിൽ സ്വർണം നമ്മൾ അതിലേക്ക് ചേർത്ത് വെച്ചത്, അങ്ങനെയുള്ളതിൽ സ്വർണം പൂശാൻ കഴിയില്ല. അപ്പോൾ ചെമ്പാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് സ്വർണം ചെമ്പാകുന്നത് പ്രസാദ്? ആ ചോദ്യം തന്നെയാണ് ഉയരുന്നത് പ്രധാനമായും സുജിയ. ഇതിൽ ദുരൂഹതയേറുന്നു എന്നുള്ളതാണ്. 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എന്തിനാണ് ഇത് കൊണ്ടുവിട്ടത് എന്ന ചോദ്യമാണ് ഇതിലേറ്റവും പ്രധാനം. ഇതിൻ്റെ പിറകിൽ സുജിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അതിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവരുണ്ടാകും, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടവരുണ്ടാകും. അങ്ങനെ പല തലങ്ങളിലുള്ളവർ ഇല്ലാതെ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ 1998 വിജയ് മല്യ പൂശിയ അല്ല, വിജയ് മല്യ പിടിപ്പിച്ച സ്വർണ്ണമാണ്. അത്രയേറെ അളവുണ്ടാകും എന്നുള്ളതാണ് അറിയുന്നവർ പറയുന്നത്. ആ സ്വർണം എവിടെ എന്ന ചോദ്യമാണിപ്പോൾ പ്രധാനമായും ഉയരുന്നത്. കാരണം 2019 അവിടെ എത്തിച്ചത്, ചെന്നൈയിൽ എത്തിച്ചത് ചെമ്പ് തകിടുകളാണ് എന്ന് കമ്പനി അധികൃതരാണ്, അതിനെ ബന്ധപ്പെട്ടവരാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അന്ന് സ്വർണം പൂശിയ തകിടുകൾ എവിടേക്കോ പോയി എന്നുള്ളത് തന്നെയാണ്. അതിന് യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ തന്നെ ദേവസ്വം ബോർഡിനും ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാൾ ശബരിമലയിലെ പ്രധാനപ്പെട്ട സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ എങ്ങനെയാണ് ചുമതലപ്പെട്ട ആളാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ദേവസ്വം ബോർഡിന് അതിനുള്ള സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ സാന്നിധ്യത്തിലല്ലാതെ ഈ സാധനം എന്തിനാണ് നമ്മുടെ സംസ്ഥാനം വിട്ട് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്? മാത്രമല്ല, നേരത്തെ നമ്മൾ വിശദീകരിച്ചതുപോലെ ഏതാണ്ട് 40-ലേറെ ദിവസം ഇതിങ്ങനെ പോവുകയായിരുന്നു. അതിലൊരു ദിവസമാണ് സ്വാഭാവികമായും ജയറാമിൻ്റെ അടുത്തും എത്തിയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ സുജിയ, യഥാർത്ഥ ഭക്തരുടെ ഭക്തിയും വിശ്വാസവും ചൂഷണം ചെയ്തുകൊണ്ട് ശബരിമലയെ കച്ചവടമാക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഇടനിലക്കാർ, അവരുടെ പിറകിൽ നിൽക്കുന്ന ദേവസ്വം ബോർഡിലെ ഉന്നതർ, അവരിലേക്കാണ് ഇനിയിപ്പോൾ അന്വേഷണം പോകേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ വിജയ് മല്യ അവിടെ കൊണ്ടുവച്ച സ്വർണം എവിടെ, അവിടെ പൂശിയ സ്വർണം എവിടെ എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നു. അത് പിന്നീട് മാറി ചെമ്പ് തകിടാകുന്നു. അതിൻ്റെ മഹസരേഖകൾ പുറത്തേക്ക് വരുന്നു. ദുരൂഹതകൾ ഒരുപാടുണ്ട് സുജിയ. ഇക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. നമ്മൾ ഉറപ്പിച്ച് പറയുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ഒറ്റയ്ക്കല്ല, അയാളുടെ പിറകിൽ ആളുകളുണ്ട്. ആ ആളുകളിലേക്ക് എത്താതിരിക്കാനാണ് പല സ്ഥലത്തും അഭിപ്രായങ്ങൾ മാറി മാറി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിൽ സമഗ്രമായ അന്വേഷണവുമായി സംവിധാനം മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ഒരുപാട് ദുരൂഹതകൾ ഇനിയും പുറത്തേക്ക് വരാനുമുണ്ട് സുജിയ.